പാലിൽ കരഞ്ഞതിനെ കുറിച്ച് ഞാൻ നീ പാൽ താന്നല്ലേ പറഞ്ഞുള്ളൂ. പശു വേണ്ട, നിങ്ങൾ തന്നാ മതി. അപ്പൊ പശു പശു വേണ്ട, നിങ്ങളുടെ പാല് തന്നാ മതി എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ ഇവനെയൊക്കെ ഷോയിൽ വെച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ. ബിഗ് പോച്ച്, ബിഗ് പോച്ച്. പെൺകുട്ടികളോട് കുറച്ചു പോലും മര്യാദ ഇല്ലാത്തവൻ, ആ വീടിന്റെ ഉള്ളിൽ വെറും പോക്കൃത്തരം മാത്രം കാണിക്കുന്ന ഒരു 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 പന്നൻ ഈ ആര്യൻ. ഇവനെയൊക്കെ എന്തിനു വെച്ചോണ്ടിരിക്കുകയാണ് എന്റെ പൊന്നു ബിഗ് ബോസേ? നിങ്ങൾ അവനെ ജയിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും, ഇവന്റെ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ ഇവനെ ഇങ്ങനെ മെഴുകിക്കൊണ്ട് നടക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നതും പല പെൺകുട്ടികളുടെ മാനമാണ്. ഈ പരനാറി ഇവൻ ഇന്നലെ പറയുകയാണ്, ഇവൻ ഈ ഒരു ടാസ്കിന്റെ ഇടയിലും അതോടൊപ്പം തന്നെ അവിടെ ഈ ലിവിങ് ഏരിയയിൽ ഇരുന്നപ്പോഴും ഇവൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ആദിലയോട് പറഞ്ഞൊരു കാര്യമാണ്. ആദില, നൂറ, അനുമോളൊക്കെ ഇരിക്കുമ്പോൾ അവരോട് പറയാണ് പാല് കൊണ്ടുത്തരെ, നിങ്ങളുടെ പാല് കൊണ്ടുത്തരെ. എന്നിട്ട് ഇവൻ ഇതിനെ അങ്ങ് മെഴുകുകയാണ്. അപ്പൊ അവർ ചോദിച്ചു ഏത് പാലാന്ന് എടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു പശുവിന്റെ പാല് കൊണ്ടുത്തരാൻ. പശു ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പാല് കൊണ്ടുത്തരാ എന്ന രീതിയിൽ ഇവൻ നാറി പറയുന്നു. എന്നിട്ട് ഇവൻ പറയുക ഞാൻ പറഞ്ഞത് കവർ പാൽ എടുത്തോണ്ട് വരുന്ന കാര്യത്തെ കുറിച്ചാണെന്ന്. ഇവൻ അവിടെ കിടന്ന് മെഴുകി വെളുപ്പിക്കുക. ഇവൻ എങ്ങനെയൊക്കെ വെളുപ്പിച്ചാലും ഇവന്റെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ഡബിൾ മീനിങ്ങും ഇവന്റെ ഉള്ളിലുള്ള കള്ളത്തരമാണ് പുറത്തു വരുന്നത്. ഒരു ശകലം പോലെ പെൺകുട്ടികളോട് റെസ്പെക്ട് എന്ന് പറയുന്നത് ഈ നാറിക്കില്ല. ഉണ്ടായിരുന്ന ഇവനിങ്ങനെ പറയുമായിരുന്നോ? അനുമോളോട് പലവട്ടം ഈ നാറി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓരോ വട്ടം പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അനീഷിന്റെ കാര്യമുണ്ട്, അനുമോടെ കാര്യമുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് തുടക്കം തൊട്ട് ഇന്നലത്തെ എപ്പിസോഡിന്റെ പല കാര്യങ്ങളും ഞാൻ ഇന്നലെ പറയാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഒന്നിച്ച് ചേർത്ത് പറയാം. ഇന്നലെ രാവിലത്തെ കാര്യം നമുക്കറിയാമല്ലോ. അനുമോൾ ഇന്നലെ വെളിയിൽ കിടന്നാണ് ഉറങ്ങിയത്. നെവിന്റെ ആ ഒരു പോക്കരത്തരം കാരണം വെളിയിൽ കിടന്നാണ് ഉറങ്ങിയത്. ഉറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അനീഷ് ഈ അനുമോളോട് അങ്ങനൊന്നും ചെയ്യരുത്, പീരിയഡ് സമയമാണ്, കുറെ കൂടെ ഒക്കെ ശരീരം ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അത് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ അടിയാണ്. പാത്രത്തിൽ ഒരു ചെറിയൊരു പൊട്ട് പോലെ എന്തോ കണ്ടു എന്നുള്ള ഒരു കാര്യം, ഒരു നിസ്സാരമായ ഒരു കാര്യത്തെ വലിയ രീതിയിലുള്ള വഴക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും ഷാനവാസിന്റെ നെഞ്ചിലേക്ക് പാലിന്റെ കവറും പാലും സഹിതം വലിച്ചെറിഞ്ഞ തെമ്മാടി ആയിട്ടുള്ള നെബിന്റെ പോക്കൃതരമാണ് നമ്മൾ ഇന്നലെ അവിടെ കണ്ടത്. അതേ തുടർന്ന് ഈ പറയുന്ന ഷാനവാസിനെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ മുമ്പിൽ നടന്ന ചില നാടകങ്ങളുണ്ട്. ഈ പറയുന്ന അക്ബർ, ആര്യൻ, നെവിൻ ഇവന്മാർ പറയുകയാണ് ഈ പറയുന്ന ഷാനവാസിന്റെ അഭിനയമാണെന്ന്. ഷാനവാസ് നടനാണ്, ഷാനവാസ് അഭിനയിക്കുകയാണ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്ന രീതിയിൽ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കിടന്നിട്ട് എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നു. എന്നിട്ട് ഇവന്മാർ ഈ ഒരു വിഷയത്തെ രാത്രിയിൽ ഇരുന്നു കൊണ്ട് സാബുമോന്റെ അടുത്ത് ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് കാറ്റ് കൊള്ളട്ടെന്ന്, ആർക്ക്? ഈ ഷാനവാസിന് കുറച്ച് കാറ്റ് കൊള്ളട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മാറി നിന്നതെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇവന്മാര് പറഞ്ഞു അഭിനയമാണെന്ന്, ഇവന്മാര് പറഞ്ഞു അതൊരു നാടകമാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഈ പറയുന്ന സാബുമോനെ കൺവിൻസ് ചെയ്ത് സാബുമോനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയാണ് സാബുമോൻ അല്ലായിരുന്നു പിടിച്ച് പൊക്കിയത്, അതൊക്കെ ഞങ്ങൾ കണ്ടതാണ് എന്ന രീതിയിൽ. എന്നാൽ സാബുമോൻ മാത്രമായിരുന്നു, അനീഷ് അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവൻ പറയുന്നില്ല അനീഷും ഉണ്ടായിരുന്നു എന്ന്? പറയത്തില്ല. അത് സാബുമോനെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഇവന്മാരെ വെളുപ്പിക്കാനായിട്ട് അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് അത് ഞങ്ങൾ അന്നൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഈ പറയുന്ന ഷാനവാസിനെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ല എന്ന രീതിയിലാണ് ഇവന്മാർ പറയുന്നത്. എന്നാൽ ഇവന്മാരാണ് അങ്ങനെ പറഞ്ഞത്, അത് നാടകമാണെന്ന് പറഞ്ഞതൊക്കെ ഇവന്മാരാണ്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടികളും കേട്ടതാണ്. അതുകൊണ്ടാണ് അവര് കൃത്യമായിട്ട് പറഞ്ഞത് നീ ഒന്നും തൊടണ്ട, നീയൊക്കെ ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് ആ പെൺകുട്ടികൾ പറഞ്ഞു. അതിനോട് ഞാൻ ഇന്നും ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ്. അത് എത്ര വിഷമത്തോടു കൂടിയായിരിക്കും ആ പറഞ്ഞ അനുവും ആദിലും നൂറയും പറഞ്ഞത്. ഇവന്മാരങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ട് ഇവന്മാര് പിടിക്കാൻ വേണ്ടി വരുന്നു. അപ്പൊ ആ പിള്ളേർ പറഞ്ഞു പിടിക്കണ്ടെന്ന്, നീ ഒന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞു. അനീഷും സാവുമാനും പിടിച്ചോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് നല്ല കാര്യം തന്നെയാട്ടോ എനിക്ക് തോന്നുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ആര്യൻ അനുമോക്കിട്ട് അടിക്കുന്നുണ്ട്. ഈ വൃത്തികെട്ടവൻ ഇവൻ എന്ത് അധികാരമാണ് ഈ പെൺകുട്ടികളെ അടിക്കാൻ? ഈ അനുമോളെ അടിക്കാൻ ഇവൻ എന്ത് അവകാശമാണ്? ഇവൻ ആരാണ് അവകാശം കൊടുത്തത് അനുവിനെ അടിക്കാനായിട്ട്? പലപ്പോഴായിട്ട് ഇവൻ ആ അനുമോക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ? ഇതെന്താണ് ഈ ചോദ്യം ചെയ്യാത്തത്? ഈ വൃത്തികെട്ടവൻ കാണിക്കുന്ന ഒരു നെറുകേടും ചോദ്യം ചെയ്യാനായിട്ട് ബിഗ് ബോസിന് പറ്റുന്നില്ല. അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ ഇവന്മാർക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നു, ഇവന്മാർക്ക് ഇഷ്ടം പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇവന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ തിന്നു മുടിക്കുന്നു. അവിടെ ഉള്ളവരെ കുറിച്ച് ഇവന്മാർക്ക് ഒരു ചിന്തയുമില്ല. അതാണ് നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യം. പക്ഷേ ഈ ഗുണ്ടകളെ നേരിട്ട പട്ടായ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ പട്ടായ ഗേൾസ്, അവരെ സമ്മതിച്ചു കൊടുക്കണം. അവർക്കെതിരെ നിന്നും നല്ല രീതിയിൽ തന്നെ യുദ്ധം ചെയ്യുന്ന 3 പെൺകുട്ടികൾ, ബിഗ് സല്യൂട്ട്. അവന്മാര് 3 പേര് നിൽക്കുകയാണ് ഗുണ്ടകളെ പോലെ. അവർക്കെതിരെ നിന്നുകൊണ്ട് ഈ 3 പെൺകുട്ടികൾ പോരാടുന്ന കാണുമ്പോണ്ടല്ലോ, സൂപ്പർ മക്കളെ, സൂപ്പർ, അടിപൊളി. ഇവന്മാരെന്തോ വിചാരിച്ചിരിക്കുന്നത്? ഇവന്മാര് വലിയ എന്തോ ആണെന്നും. ഒരിക്കലും ഇവന്മാര് ഈ ഗുണ്ടായത്തരവും ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മാനിപ്പുലേഷൻ,
ഷാനവാസ് വീണ് കിടന്നത് ഇവന്മാര് പറയാണ് അത് ഈ കാറ്റ് കൊള്ളാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തതാണോ? അത് ഞങ്ങളാണ് എടുത്തോണ്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ചെന്നത്. ഞങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ അവർ അതിനെ വെച്ച് ഡ്രാമ കളിച്ചത്. ഈ ഷാനവാസിന്റെ അസുഖത്തെ വെച്ച് ഡ്രാമ കളിക്കുകയാണ് ഈ പറയുന്ന അനുമോളും ആദിലെ നൂറയും എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. എടാ, ഇവന്മാർക്ക് അത്രയെങ്കിലും കുറച്ചെങ്കിലും ഒരു മനസ്സ് ഇതുണ്ടായിരുന്നെങ്കിൽ. ഈ അക്ബറിനെയാണ് പിന്നെയും പിന്നെയും പറയുന്നത്. അക്ബറിന് കൃത്യമായിട്ട് ഷാനവാസിന്റെ അസുഖത്തെ കുറിച്ച് അറിയാം. അനീഷിന് അറിയുന്നതിനേക്കാൾ. അനീഷിനോട് പോലും നേരിട്ട് ഷാനവാസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഷാനവാസിന്റെ മരുന്ന് കണ്ടിട്ടും ഷാനവാസിന്റെ ഓരോ ആരോഗ്യസ്ഥിതിയും കണ്ടിട്ടാണ് അനീഷ് മനസ്സിലാക്കിയത്. എന്നാൽ അക്ബറിനോട് നേരിട്ട് ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നെറുകെട്ടവൻ ഇങ്ങനെ കാണിക്കാമായിരുന്നോ? അവൻ എന്ത് ചെയ്യണമായിരുന്നു? ഓടിപ്പോയി കോരി എടുത്തോണ്ട് പോകണമായിരുന്നു. ഇവൻ ആരോഗ്യമില്ലായിരുന്നോ? ഇവൻ അപ്പൊ പറഞ്ഞു നാടകമാണ്. ഈ ആര്യം പറഞ്ഞു നാടകമാണ്. എന്നിട്ട് ബിഗ് ബോസ് 3 or 4 ഇട് പറഞ്ഞു, വിറയ്ക്കുന്നെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടികൾ പറഞ്ഞു വേണ്ട ഷാനവാസൊക്കെ വിറയ്ക്കുന്നു എന്ന്. എന്നിട്ട് പോലും ഇവന്മാര് കൊണ്ടുപോണ്ട. ഇവന്മാര് പറയാ ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടി മാറി നിന്നാണ്. വൃത്തികെട്ടവന്മാര്. ഇങ്ങനെയാണോ ഇവന്മാര് പറയേണ്ടത്? എന്നിട്ട് ഇവന്മാർ അതിനെ സാബുമോനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ പെൺകുട്ടികൾ തെറ്റുകാരെന്ന രീതിയിൽ ആക്കിയെടുക്കുകയാണ്. അതാണ് ഇന്നലെ അവിടെ നടന്നത്. പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് നെവിന് വാണിംഗ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷാനവാസിനെ ഡോക്ടറുടെ നിരീക്ഷണത്തിലാണെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ഷാനവാസ് ഇല്ലാതെ 2 ടാസ്കുകൾ നടന്നു. 5ഉം 6ഉം ടാസ്കുകളാണ് നടന്നത്. ഒന്ന് ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു ടാസ്ക്. ആ ടാസ്കിൽ വിജയിച്ചത് നെവിനാണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നൂറയാണ്. ആദ്യമേ ഔട്ടായി പോയത് ഈ പറയുന്ന അനുമോളാണ്. അത് കഴിഞ്ഞൊരു ടാസ്ക് കൂടെ നടന്നു. അത് വൈകിട്ടാണ് നടന്നത്. ആ ടാസ്കാണ് ഫിഷ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. ആ ടാസ്കിൽ വിജയിച്ചത് ഈ പറയുന്ന അനുമോളാണ്. 2ാം സ്ഥാനത്ത് എത്തിയത് ഈ പറയുന്ന അക്ബറാണ്. 3ാം സ്ഥാനത്ത് എത്തിയത് അനീഷാണ്. അതിൽ ഏറ്റവും അവസാനം എത്തിയത് ആദിലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ 6 ടാസ്കുകൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് നൂറയ്ക്ക് തന്നെയാണ്. 41 പോയിന്റാണ് നൂറയ്ക്കുള്ളത്. 39 പോയിന്റുമായിട്ട് ആര്യൻ പുറയിലുണ്ട്. ഈ ഒരു ടാസ്കിലും വൃത്തികേട് കാണിച്ചവനാണ് ഈ ആര്യൻ. ഇതിനകത്ത് അവൻ കള്ളക്കളി കളിച്ചു. പക്ഷെ അവര് പിടിച്ചു. ഇതിനു മുമ്പൊക്കെ ഇവൻ കള്ളക്കളി കളിച്ച് അങ്ങ് പോവുകയായിരുന്നു. ബിഗ് ബോസ് ഇന്നലെ ഇവന്റെ കള്ളക്കളി ചൂണ്ടിക്കാണിച്ചു. ഇവൻ അതിനകത്ത് കൈയിട്ട് പിടിക്കുന്നു, വാ കൊണ്ട് കടിക്കുന്നു. അങ്ങനൊന്നും ചെയ്യരുതെന്നാണ്. ഒറ്റക്കൈ കൊണ്ട് വേണം ചെയ്യാമെന്നാണ് ഈ ഫിഷ് ട്രാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ഇവൻ കള്ളത്തരം കാണിച്ചു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന്മാര് രാത്രിയിലിരുന്നും ഈ സാവുമോന്റെ അടുത്ത് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇവന്മാരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാവുമോൻ അത് മനസ്സിലാവുന്നില്ല. സാവുമോൻ വിചാരിക്കുന്നത് ഇവര് പറയുമ്പോൾ ശരി, അത് കഴിഞ്ഞ് ഇവൻ പട്ടായ ഗേൾസിന്റെ അടുത്ത് വരുമ്പോൾ അവര് പറയുന്നത് ശരി. ഇവൻ രണ്ടിടത്തും ഇങ്ങനെ ഒരു ഒന്നുമില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സാവുമോൻ. അപ്പൊ അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്ത് നിലപാടാണ് നിനക്കുള്ളത്? നീ കാണുന്നില്ല ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ? നീ കണ്ടിട്ട് അതിനൊരു തീരുമാനം എടുക്കുക എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവന്മാർ രാത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, യോഗാട്ട്. അവിടെ ഇരിക്കുന്ന യോഗാട്ട് എടുത്ത് നമുക്ക് തിന്നാമെന്നൊക്കെ ആര്യം പറയുന്നു. അതിന് സാവുമോൻ പറഞ്ഞ് ഞാൻ കൂട്ടു നിൽക്കത്തില്ല, അതെല്ലാവർക്കും കൂടെ ഉള്ളതാണ്, അതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല എന്ന് സാവുമോൻ പറയുമ്പോൾ ഇവന്മാർ പറയും പഞ്ചസാര ഇട്ട് തിന്നണം എന്ന രീതിയിൽ ഇവന്മാർ പറയുന്നുണ്ട്. രാത്രി ഇവന്മാർ അടിച്ചു മാറ്റി തിന്നു. ഈ നെവിനൊക്കെ തിന്നു. അതിനെ ചൊല്ലി രാവിലെ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇവന് ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, ജനാല ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടാസ്ക്. അതിന്റെ ഇടയിൽ ഈ ആര്യൻ നൂറയോട് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് ഇന്നലെ ആദിലെ നൂറ ഇരുന്ന് സംസാരിക്കുന്നു, അനുമോളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവന് നോക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നോക്കിക്കൊണ്ട് നിന്നു എന്നും അവൻ ഇങ്ങനെ വെക്കുന്ന ഒരു ഗസ്റ്റർ കാണിച്ചു എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവൻ ഗസ്റ്റർ കാണിക്കുകയല്ല, ഇവൻ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നു എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന നൂറ പറയുന്നുണ്ട്. നൂറയോടാണ് ചെയ്തത്. അപ്പൊ പ്രതികരിക്കാത്തതിനെ ചൊല്ലി ഈ ആദിലെ വഴക്കുണ്ടാക്കുന്നുണ്ട് നൂറയോട്. നൂറ പറഞ്ഞ ആ ടാസ്കിന്റെ ഇടയിലായതുകൊണ്ട് എനിക്കത് തോന്നിയില്ല. ഇന്ന് ഇവർ ഈ ഒരു ഡബിൾ മീനിങ്ങും പറഞ്ഞപ്പോൾ അതും ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാണ് നൂറ പറയുന്നത്. എന്തുമായാലും ഇവൻ വൃത്തികെട്ടവന്മാരാണ് ഈ പറയുന്ന അക്ബറും ഈ ആര്യനും ഒക്കെ, ഈ നെവിനും സഹിതം. ഇവന്മാരുടെ പറയുന്ന കാര്യങ്ങള്, ഇവന്മാര് മാനിപ്പുലേഷൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്, ഒരു കൂട്ടത്തിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ ആള് കുറഞ്ഞപ്പോൾ അത് എന്ത് ചെയ്യുന്നത്, കൂടുതലൂടെ വിസിബിൾ ആയി മാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. ഇവന്മാരുടെ മുഖംമൂടി എന്തെന്ന് അനീഷ് പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി തുടങ്ങി. ആര്യൻ എന്ന് പറയുന്നവൻ അവൻ എങ്ങനെ മാനിപ്പുലേഷൻ ചെയ്യുന്നറിയുമോ? അനുമോള് പറഞ്ഞിട്ട് പോയതിന് അനുമോളെ വേറൊരു രീതിയിൽ കൊണ്ടുവന്ന് അനുമോളെ തെറ്റുകാരിയാക്കി നിർത്തിയിട്ട് ഇവൻ അങ്ങ് വലിയവനാവും. അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അത് ഇവർക്ക് കുറെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഷാനവാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരാൾ പോലും ക്യാമറയുടെ മുമ്പിൽ പോയി തിരക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പോയി എന്തായി അസുഖം, ബിഗ് ബോസേ ഒരു കാര്യമേലും പറ, എന്തായി ഷാനവാസ് ഇവിടുന്ന് പോയിട്ട് കുറെ നേരം ആയല്ലോ, ആരും പറഞ്ഞില്ല. പക്ഷേ അനീഷ് രാത്രി ലൈറ്റ് ഓഫ് ആകുന്നതിന് മുമ്പ് ക്യാമറയുടെ മുമ്പിൽ പോയി പറയുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഷാനവാസിന്റെ അവസ്ഥ എന്താണ് ബിഗ് ബോസ്, ഒരു കാര്യം പറ ബിഗ് ബോസ്, ലൈറ്റ് ഓഫ് ആകുന്നതിന് മുമ്പെങ്കിലും ഒരു കാര്യം പറ, എങ്ങനെയുണ്ട് ഇപ്പോ, എങ്ങനെയാണ് ഇപ്പൊ ആരോഗ്യസ്ഥിതി, ഒന്ന് പറ ബിഗ് ബോസ് എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഇരുന്ന അവന്മാര് ഷാനവാസിന്റെ കുറ്റം പറയുകയാണ് ഷാനവാസ് ഇല്ലാത്ത സമയത്ത്. എന്താണ് എടാ, നിന്റെ കൂടെ ഒക്കെ ഈ 80 ദിവസത്തോളം താമസിച്ച ഒരുത്തൻ, ആ മനുഷ്യന് ഒരു ആരോഗ്യ പ്രശ്നം വന്ന് പോയപ്പോ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാ. അല്ലാതെ അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞ് അവിടെ ഇരുന്ന് നിങ്ങൾ മെഴുകാതെ, കള്ളം പറഞ്ഞ് മെഴുകാതെ. കഷ്ടം, വെറും കഷ്ടം. എനിക്ക് പുച്ഛം തോന്നുന്നു, പുച്ഛം.
എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റായി കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും